എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ തട്ടുകടകളിൽ നിന്നും ചായക്കടകളിൽ നിന്നൊക്കെ നമ്മൾ ഇഡ്ഡലിയും ദോശയൊക്കെ കഴിക്കുമ്പോൾ അതിനോടൊപ്പം കിട്ടുന്ന മുളക് ചമ്മന്തിയുടെ വീഡിയോ ആണ്. വളരെ സിമ്പിൾ ആണ് ഇതുപോലൊരു ചമ്മന്തി തയ്യാറാക്കി എടുക്കാനായിട്ട്. ഈ ഒരു ചമ്മന്തി നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ ഒരാഴ്ച കാലത്തേക്ക് നമുക്ക് കേടുപാടും കൂടാതെ ചമ്മന്തി കഴിക്കാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് വളരെ എളുപ്പത്തിലും രുചികരമായിട്ടും നല്ലൊരു മുളക് ചമ്മന്തി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് ഉള്ളിച്ചമ്മന്തി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതുപോലൊരു കഷ്ണം ഇഞ്ചി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെ കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒരു 10-12 വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളിയും ചേർത്ത് കഴിഞ്ഞാൽ ഒരു 20 കൊച്ചുള്ളി കട്ട് ചെയ്തതാണ് ചേർക്കേണ്ടത്. നമുക്ക് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു 2 കറിവേപ്പില ചേർക്കാം. ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. വഴറ്റുന്ന ഉള്ളിയിലേക്ക് ഒരു 8 കാശ്മീരി മുളക് ചേർക്കാം. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് മുളക് പൊടിയും എടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 12 വറ്റൽ മുളക് കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലോണം തന്നെ വഴറ്റിയെടുക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ ചമ്മന്തി തയ്യാറാക്കി വെക്കുമ്പോൾ നമുക്കൊരാഴ്ച കാലത്തേക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് സൂക്ഷിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഡയബറ്റിക് ഒക്കെ ഉള്ള ആൾക്കാർക്കും കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാർക്കും തേങ്ങയുടെ അളവുകൾ കുറച്ച് ഈ ഒരു രീതിയിൽ ചമ്മന്തി ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് വാടി വരട്ടെ. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കണം. ഒരു നുള്ള് ഉലുവ. നേരത്തെ നമ്മൾ ഉലുവ ചേർക്കുമ്പോൾ ഉലുവ കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് തന്നെ ചേർത്തിട്ടുള്ളത്. ഉലുവയും ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കണം. ഒരു നുള്ള് കായം. കായക്കട്ട നിങ്ങളുടെ കൈവശം ഇല്ലെങ്കിൽ കായപ്പൊടിയും ചേർക്കാവുന്നതാണ് കേട്ടോ. കായം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന കറികൾക്ക് നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടാനായിട്ട് കായക്കട്ട ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. വീണ്ടും വഴറ്റി കൊടുക്കാം. മുളകൊക്കെ കരിഞ്ഞു പോവാതെ മൂത്ത് കിട്ടാനായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ വഴറ്റിയെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ചേരുവകളൊക്കെ ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ ചമ്മന്തിക്ക് പുളിപ്പിനായിട്ട് ഇതുപോലൊരു വാളംപുളി കഷ്ണം ചേർക്കാം. വീണ്ടും വഴറ്റാം. വാളംപുളിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് 2 തക്കാളി കട്ട് ചെയ്തതാണ് ഇത് കൂടെ ചേർക്കാം. തക്കാളിയും കൂടെ ചേർത്ത് വീണ്ടും നല്ലോണം തന്നെ വഴറ്റിയെടുക്കാം. ഉള്ളിയും മുളകും തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വാടിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് അരച്ചുകൂടെ എടുത്ത് വെക്കണം. അപ്പോൾ ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. ഇപ്പോൾ നമ്മുടെ ഉള്ളിച്ചമ്മന്തിയുടെ ചേരുവകളൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം പോരായ്മ വന്നപ്പോൾ ഞാൻ നമ്മുടെ വഴറ്റിയ ചീനച്ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുവാണ്. വീണ്ടും നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ഇതുപോലെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. നല്ല ക്രീമി ടെക്സ്ചറിലാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ചട്നി ഒന്ന് താളിച്ചെടുക്കാം. ഇതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോഴേക്കും കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കടുക് ചേർക്കാം. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറമുളക് ചേർക്കാം. കറിവേപ്പില ചേർക്കാം. ഇനി കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടെ ചേർക്കാം. മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ചമ്മന്തി ചേർക്കാവുന്നതാണ്. നല്ലോണം ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ചമ്മന്തിയുടെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ നമ്മുടെ ചമ്മന്തി നല്ലപോലെ തന്നെ ഒന്ന് തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് ചട്നിയുടെ ഉപ്പും പുളിയൊക്കെ നോക്കാവുന്നതാണ്. ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. ഇനി നല്ലോണം ഒന്ന് വെട്ടി തിളച്ച് വന്നാൽ മാത്രം മതിയാകും. ഇപ്പോൾ നമ്മുടെ ചട്നി നന്നായിട്ട് തന്നെ തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഒന്നും കൂടെ തിളച്ച് ആ ഒരു മുളകിൻ്റെ കുത്തലൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ചെറിയ തീയിൽ 5 മിനിറ്റ് നേരം ഞാനൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ മുളക് ചമ്മന്തി ഇതുപോലെ ഒന്ന് തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഇപ്പോഴും നല്ല കട്ടിയായിട്ട് തന്നെയാണ് നമുക്കിവിടെ ആയി വന്നിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന മുളകിന് എരിവ് കൂടുതലാണെങ്കിൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ചൂടാറി വരുമ്പോൾ നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് കൂടെ മാറ്റാം. അങ്ങനെ വളരെ എളുപ്പത്തിലും രുചികരമായിട്ടും തയ്യാറാക്കി എടുത്തിട്ടുള്ള മുളക് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെയും ഇതുപോലൊന്ന് നിങ്ങൾ തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കൊണ്ടുവന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.